ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും ഗോദി മീഡിയകളുടെ എക്സിറ്റ് പോളുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എന്നാൽ ഏറ്റവും വിശ്വസനീയമായ ഹരിയാനയിലെ 2 എക്സിറ്റ് പോളുകളാണ് ഇന്നിവിടെ നമ്മൾ കാണിക്കുന്നത്. ഗോദി മീഡിയയുടെ കള്ളക്കളികൾ പൊളിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തും കമന്റ് ചെയ്തും ലൈക്ക് ചെയ്തും ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഹരിയാനയിൽ നിന്നുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനും പബ്ലിക് മീറ്റർ എന്ന യൂട്യൂബ് ചാനലിന്റെ ഓണറുമായ പ്രവീൺ ഗൗതമിന്റെയും സ്വതന്ത്ര പോളിംഗ് ഏജൻസിയായ വളരെ വിശ്വസനീയമായ ഒരു ചെറിയ പോളിംഗ് ഏജൻസിയായ ഡെമോക്രസി ടൈംസ് നെറ്റ്വർക്കിന്റെയും എക്സിറ്റ് പോളുകളാണ് ഇവ. ആദ്യം നമുക്ക് പ്രവീൺ ഗൗതമിന്റെ ഹരിയാന എക്സിറ്റ് പോൾ പരിശോധിക്കാം. ഇദ്ദേഹം ഹരിയാനയിൽ ഉടനീളം സഞ്ചരിച്ച് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയും അവിടെയുള്ള വളരെയധികം സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുമായി സംസാരിച്ചുമാണ് ഈ എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയത്. അതിനാൽ ഇതിന് വിശ്വാസ്യത വളരെയേറെയാണ്. ഹരിയാനയിൽ മിക്ക തെരഞ്ഞെടുപ്പിലും വളരെയേറെ സ്വതന്ത്രർ വിജയിക്കുന്നതാണ്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളുടെ തുടക്കത്തിൽ 10 സ്വതന്ത്രർ വരെ വിജയിക്കുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് സ്വതന്ത്രർ 3 മുതൽ 5 വരെ സീറ്റുകളിൽ വിജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. AAPക്ക് 1 സീറ്റുകൾ പോലും ലഭിക്കാൻ സാധ്യതയില്ല. എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ മാത്രം 1 സീറ്റ് ലഭിച്ചേക്കാം. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് രാഹുൽ ഗാന്ധി ഓഫർ ചെയ്ത 4 or 5 സീറ്റുകളിൽ മത്സരിച്ചിരുന്നെങ്കിൽ AAPക്ക് മാനം രക്ഷിക്കാമായിരുന്നു എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച JJP തകർന്നടിയുമെന്ന് ഇദ്ദേഹം പറയുന്നു. അവർക്കും 1 സീറ്റെങ്കിലും കിട്ടിയാൽ അത്ഭുതം എന്നേ പറയേണ്ടു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനെ വഞ്ചിച്ച് കഴിഞ്ഞ പ്രാവശ്യം BJPയുമായി കൂട്ടുകൂടാനെടുത്ത തീരുമാനം ദുഷ്യന്ത് ചൗട്ടാലയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. BJP ഗവൺമെന്റിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം സ്വന്തം സീറ്റിൽ പോലും പരാജയപ്പെടുമെന്നാണ് പ്രവീൺ ഗൗതം പറയുന്നത്. അഭയ് സിംഗ് ചൗട്ടാലയുടെ INLDക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെ മാത്രം. ഇദ്ദേഹത്തിന്റെ വീക്ഷണമനുസരിച്ച് മോദിയുടെ റാലികൾ ഹരിയാനയിലെ ജനങ്ങളിൽ ഒരു പ്രഭാവവും ചെലുത്തിയിട്ടില്ല എന്നാണ്. വെറും 4 തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മാത്രമാണ് ഇപ്രാവശ്യം മോദി ഹരിയാനയിൽ നടത്തിയത്. അവസാന ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വേദികളിൽ കളം നിറഞ്ഞു നിൽക്കാറുള്ള നരേന്ദ്രമോദി അവിടുന്ന് ഒളിച്ചോടുകയാണ് ഉണ്ടായത്. അതിൽ നിന്ന് തന്നെ BJPയുടെ അവിടുത്തെ വിധി എന്താണെന്ന് മോദിക്ക് മനസ്സിലായി എന്ന് വ്യക്തം. കർഷക സമരവും മറ്റും കാരണം BJP വലിയ പ്രതിസന്ധിയാണ് ഹരിയാനയിൽ നേരിടുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. കർഷക സമരത്തിന്റെ പ്രഭാവമില്ലാത്ത സീറ്റുകളിൽ പോലും BJP വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് അത്രേ. വികസന മുരടിപ്പും തൊഴിലില്ലായ്മയും ജനങ്ങൾക്കിടയിൽ BJPക്കെതിരെ വലിയ വികാരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ BJPക്ക് 20നും 25നും ഇടയ്ക്ക് സീറ്റുകളെ ലഭിക്കൂ എന്ന് അദ്ദേഹത്തിന്റെ എക്സിറ്റ് പോൾ പറയുന്നു. കോൺഗ്രസിന് 58 മുതൽ 63 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് 70ന് മുകളിൽ സീറ്റുകളിൽ വിജയിക്കുമായിരുന്നു എന്നാണ്. ഇനി ഡെമോക്രസി ടൈംസ് നെറ്റ്വർക്കിന്റെ അഭിപ്രായ സർവേ നോക്കാം. 2019 ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഇവരുടെ എക്സിറ്റ് പോൾ ഏതാണ്ട് വളരെ കൃത്യമായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ടാണിത്. ഇവരുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് കോൺഗ്രസിന് 65, BJPക്ക് 21, INLDക്ക് 2, മറ്റുള്ളവർക്ക് 2 എന്നിങ്ങനെ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. ഈ സീറ്റുകളുടെ എണ്ണം ഒരു റേഞ്ചായും അവർ പറയുന്നുണ്ട്. അതനുസരിച്ച് കോൺഗ്രസിന് 62 മുതൽ 68 വരെ, BJPക്ക് 18 മുതൽ 24 വരെ, INLDക്ക് 1 മുതൽ 4 വരെ, മറ്റുള്ളവർക്ക് 2 മുതൽ 5 വരെ. ഓരോ പാർട്ടികൾക്കും ലഭിക്കുന്ന വോട്ട് ശതമാനം കോൺഗ്രസിന് 44, BJPക്ക് 36, INLDക്ക് 7, മറ്റുള്ളവർക്ക് 13. അതായത് കോൺഗ്രസിന് BJPയേക്കാൾ 8% വോട്ടുകൾ കൂടുതൽ ലഭിക്കുമെന്ന് പറയുന്നു. ഈ 2 എക്സിറ്റ് പോളുകളും പുറത്തുവന്ന എല്ലാ ഗോദി മീഡിയ എക്സിറ്റ് പോളുകളെക്കാൾ വളരെയേറെ വിശ്വാസയോഗ്യമാണ്. കോൺഗ്രസിന് ഹരിയാനയിൽ 3ൽ 2ൽ കുറയാതെ ഭൂരിപക്ഷം ലഭിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. BJPയും മോദിയും തങ്ങളുടെ വിഴുപ്പിന്റെ ഫാണ്ടക്കറ്റുമായി കടന്നു പോകേണ്ട അവസ്ഥ.